All of you, good morning dear students. ഫൈനൽ BA സോഷ്യോളജിക്ക് പഠിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് സോഷ്യോളജിയിലെ ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം എൻ്റെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പാർട്ട്, ഗ്ലോബലൈസേഷൻ ഇൻ സോഷ്യോളജി, ആ ഒരു പാർട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് വീഡിയോ ആയിട്ടെടുത്ത് ഇടുന്നത്. അപ്പോൾ ഫൈനൽ ഇയർ സോഷ്യോളജി കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഇത് ഉപകാരപ്രദമാവട്ടെ എന്നാശംസിച്ചുകൊണ്ടാണ് ഞാൻ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ സോഷ്യോളജിയിലെ ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട്, ഫാമിലിയുമായി ബന്ധപ്പെട്ട്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ തലങ്ങളിലൊക്കെ ഗ്ലോബലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ഡെഫിനിഷൻ ഓഫ് globalization. You see, globalization in society is a term that describes the interconnection of the world in terms of time and space. Interconnection of the world in terms of time and space. അപ്പോൾ സ്പേസ് യൂസ് ചെയ്യണം, ടൈം യൂസ് ചെയ്യണം, ലോകത്തിലെ എല്ലായിടത്തുമായിട്ട് എന്തുണ്ടാവണം? ഇൻ്റർ കണക്ഷൻ ഉണ്ടാവണം. അപ്പോൾ സോഷ്യോളജിയിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇൻ്റർ കണക്ഷൻ ഓഫ് ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. Then it has been made possible among other things by the spread of free market capitalism. അപ്പോൾ ഈ ഇൻ്റർ കണക്ഷൻ പോസിബിൾ ആക്കുക, ലോകത്തെവിടെയും സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക, ടൈം യൂട്ടിലൈസ് ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തമ്മിൽ ലോകത്തിൽ എവിടെയായിരുന്നാലും ഒരു ഇൻ്റർ കണക്ഷൻ സാധ്യമാക്കുക. അപ്പോഴത് എന്തിലേക്ക് വഴിതെളിക്കുന്നു എന്നുള്ളതാണ് സ്പ്രെഡ് ഓഫ് ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസം. Okay. Globalization became a popular idea towards the end of the 20th century. അപ്പോൾ ഗ്ലോബലൈസേഷൻ മലയാളം എന്താ? ആഗോളവൽക്കരണം. അപ്പോൾ ഇതൊരു ജനസമ്മതി നേടിയ ഒരു ആശയമായി മാറിയത് എപ്പോഴായിരുന്നു? 20th സെഞ്ച്വറിയുടെ അവസാന ഘട്ടം എത്തുമ്പോഴായിരുന്നു. കാരണം ആ ഒരു കാലയളവിലാണ് പലതരത്തിലുള്ള അഡ്വാൻസസ് പല മേഖലകളിലായിട്ട്, ദാറ്റ് ഈസ് ഇൻ അഡ്വാൻസസ് ഇൻ ട്രാവൽ, ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി, ഇവിടെയെല്ലാം പലതരത്തിലുള്ള അഡ്വാൻസ്മെൻറ്റ് അഥവാ വികസനം, അതിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു കുതിപ്പ് ഉണ്ടാകാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു കാലയളവാണ്. ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി 20th സെഞ്ച്വറി. ദ വേൾഡ് ബിക്കയും മോർ കണക്റ്റഡ്. അപ്പോൾ 20th സെഞ്ച്വറി ആ ഒരു എൻഡിങ് ടൈം എത്തിയപ്പോഴേക്കും ലോകം മൊത്തത്തിൽ എന്ത് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുകയാണ്. പുതിയ പുതിയ വാതായനങ്ങൾ അല്ലെ പുതിയ ജാലകങ്ങൾ തുറക്കപ്പെടുകയാണ്. ലോകത്തിന് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ജനങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ആശയവിനിമയം എല്ലാം കൂടുതൽ സംജാതമാകുന്ന ഒരവസ്ഥയാണ് വന്നു ചേർന്നത്. സോ ഇറ്റ് ബിക്കയും മോർ ക്ലിയർ ദാറ്റ് മെനി പ്രോബ്ലംസ് ആർ ഗ്ലോബൽ ഇൻ സ്കെയിൽ ആൻഡ് മസ്റ്റ് ബി ടാക്കിൾഡ് ബൈ എവരി വൺ ഓൺ പ്ലാനറ്റ് ടുഗദർ. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമാകുന്ന അല്ലെ പ്രകടമാകുന്ന കാര്യം എന്തെന്നാൽ മെനി പ്രോബ്ലംസ് ആർ ഗ്ലോബൽ ഇൻ സ്കെയിൽ. അതായത് ഒട്ടുമിക്ക നമ്മുടെ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അത് ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ മാത്രം നിലകൊള്ളുന്നതല്ല, മറിച്ച് അതെങ്ങനെയാണ്? അത് പ്രധാനമായിട്ടും ഏത് തരത്തിലുള്ളതാണ്? അതായത് ആഗോളതലത്തിൽ അല്ലെങ്കിൽ എല്ലാവരെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലമാണ് എന്നുള്ളതാണ്. മെനി പ്രോബ്ലംസ് ആർ ഗ്ലോബൽ ഇൻ സ്കെയിൽ ആൻഡ് മസ്റ്റ് ബി ടാക്കിൾഡ് ബൈ എവരി വൺ ഓൺ ദ പ്ലാനറ്റ് ടുഗദർ. അപ്പോഴോ പ്രശ്നങ്ങൾ ആഗോളതലത്തിലുള്ളതാകുമ്പോഴേക്കും അത് പരിഹരിക്കേണ്ടത് എല്ലാവരും കൂടിയാണ്, അത് ടാക്കിൾ ചെയ്യേണ്ടത് എല്ലാവരും കൂടിയാണ് എന്നുള്ള ഒരു മീനിങ്ങിലാണ് വന്നു ചേർന്നത്. മസ്റ്റ് ബി ടാക്കിൾഡ് ബൈ എവരി വൺ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇവിടെ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും, അത് ഓരോരോ രാജ്യങ്ങൾക്ക്, ലോകതലത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങൾ തമ്മിൽ ഒരുമിക്കേണ്ടതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുമായ ആവശ്യകതയും വളരെ വലുതാണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു നോ വെൻ ഗ്ലോബലൈസേഷൻ സ്റ്റാർട്ടഡ്, but some writers have suggested that
ഇറ്റ് ഹാസ് ആൾറെഡി സ്ലോഡ് ഓർ ഈവൻ ഹാൾട്ടഡ് ഇൻ ദി 21st century. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നൊരു കാര്യം എന്തെന്നാൽ ഗ്ലോബലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് കുറേ റൈറ്റേഴ്സ് മുന്നോട്ട് വെച്ച ആശയം എന്തെന്നാൽ ഈ ഗ്ലോബലൈസേഷനെ തുടർന്നുള്ള അത് മുഖേനയുണ്ടാകുന്ന സ്റ്റെപ്പ് വൈസ് പ്രോസസ്സ് എല്ലാം തന്നെ അത് വളരെ 21st സെഞ്ച്വറിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടേണ്ടതായ പല കാര്യങ്ങളും അത് വളരെ വളരെ സ്ലോ ആകാൻ ഗ്ലോബലൈസേഷൻ ഇടയാക്കും. സോ അതൊരു റൈറ്റേഴ്സിൻ്റെ ആശയമായിരുന്നു. അവർ പോയിൻ്റ് ഔട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. ദ ഗ്ലോബൽ എക്കണോമിക് ഡൗൺ ടേൺ സിൻസ് 2008 2008 മുതലുള്ള മാന്ദ്യം, അത് ആഗോളതലത്തിലുള്ള മാന്ദ്യം, അത് ഇൻ്റർനാഷണൽ ട്രേഡിനെ തന്നെ 2008 മുതൽ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോഗ്രസ് മുന്നോട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങളും ഇവിടെ വന്നിരുന്നു എന്നുള്ളതാണ്. ദ ഗ്ലോബൽ എക്കണോമിക് ഡൗൺ ടേൺ സിൻസ് 2008 ഹാസ് അഫക്റ്റഡ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് സ്റ്റോപ്ഡ് പ്രോഗ്രസ്. ടെററിസം, ക്ലൈമറ്റ് ചേഞ്ച് കൺസേൺസ് ആൻഡ് കോവിഡ് പാൻഡമിക് ഹൗസ് സ്ലോഡ് ഡൗൺ ട്രാവൽ. അതായത് ട്രാവല് മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, കോവിഡ് മുഖേന ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അപ്പോൾ ഇവയെല്ലാം തന്നെ ലോകത്തിൻ്റെ എല്ലാ വികസന ഗതികളെയും മാന്യീഭവിക്കുവാനായിട്ട് ഇടയാക്കി എന്നുള്ളതാണ്. ദ വേൾഡ് ഈസ് സ്റ്റിൽ ഫെയിലിംഗ് ടു ആക്ട് ആസ് എ സിംഗുലർ ഏജൻറ്റ്. ദ UN ഈസ് വെരി ഫാർ ഫ്രം ബീയിങ് എ ഗ്ലോബൽ ഗവൺമെൻറ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലോകം തന്നെ മാറി മറിയുന്ന ഒരവസ്ഥ, പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാനാവാത്ത ഒരവസ്ഥാവിശേഷം. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം ഗ്ലോബൽ ഗവൺമെൻറ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ആഗോളതലത്തിലെ എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും ആ നിലവിലുള്ള സിറ്റുവേഷനെ കുറിച്ചെല്ലാം UN തന്നെ രേഖപ്പെടുത്തിയിരുന്നത് ലോകത്തിൻ്റെ ഗതിവിഗതികൾ ഇനിയും മാറി മറിയുവാനിരിക്കുന്നേ ഉള്ളൂ എന്നത് ആയിരുന്നു. Then in terms of cultural shift, globalization can look a lot like westernization or അമേരിക്കനൈസേഷൻ. അതായത് കൾച്ചറൽ ഷിഫ്റ്റിനെ ബേസ് ചെയ്ത് നാം ഗ്ലോബലൈസേഷനെ വിലയിരുത്തുമ്പോഴേക്കും അത് പ്രധാനമായിട്ടും നോക്കുന്നത് എന്താണ്? ഗ്ലോബലൈസേഷൻ ക്യാൻ ലുക്ക് എ ലോട്ട് ലൈക്ക് വെസ്റ്റേണൈസേഷൻ ഓർ അമേരിക്കനൈസേഷൻ. എന്താണ് വെസ്റ്റേണൈസേഷൻ, അമേരിക്കനൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദിസ് ഈസ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ഐക്കോണിക് ഗ്ലോബൽ ബ്രാൻഡ്സ് കം ഫ്രം USA. അതായത് ഗ്ലോബൽ ബ്രാൻഡ്സുമായി ബന്ധപ്പെട്ട പലതും ഐക്കണായിട്ട് ഇവിടെ വന്നു ചേരുന്നതെല്ലാം USA-യിൽ നിന്നാണ്. കാരണം എടുക്കുകയാണെങ്കിൽ USA-യുടെ പ്രോഡക്റ്റ് എന്ന രീതിയിൽ ആഗോളതലത്തിൽ എല്ലായിടത്തും വന്നു ചേർന്ന ഒരു ഉൽപ്പന്നമാണ് കൊക്കക്കോള. പിന്നെന്താ ഡിസ്നി, അതുപോലെ തന്നെ ആപ്പിൾ. ദെൻ മാർക്സിസ്റ്റ് ആർ വെരി ക്രിട്ടിക്കൽ ഓഫ് ദിസ് സ്പ്രെഡ് ഓഫ് അമേരിക്കൻ കൺസ്യൂമർ കൾച്ചർ ബിക്കോസ് ദേ തിങ്ക് ഇറ്റ് ക്രിയേറ്റ്സ് ഫാൾസ് നീഡ്സ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമ്മളുടെ ലോക്കൽ മാർക്കറ്റിലും വന്നു ചേർന്നത് എന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോഴേക്കും ഈ കൾച്ചറലൈസേഷൻ അഥവാ വെസ്റ്റേണൈസേഷൻ എന്ന രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ ഗ്ലോബലൈസേഷൻ പലതരത്തിലുള്ള കൾച്ചറൽ ഷിഫ്റ്റ് ഇങ്ങോട്ട് ഉണ്ടാകുവാനായിട്ട് വഴി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്ലോബലൈസേഷനെ സംബന്ധിച്ച് ഒരു ഡെഫിനിഷൻ നാം നോക്കുമ്പോൾ അതിനെ ബേസ് ചെയ്ത് 1999 ഡേവിഡ് ഹെൽഡ് ഗ്ലോബലൈസേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്. എന്താണ്? വൈഡനിങ്, ഡീപ്പനിങ് ആൻഡ് സ്പീഡിങ് അപ്പ് ഓഫ് ദ വേൾഡ് വൈഡ് ഇൻ്റർകണക്റ്റഡ്നെസ് ഇൻ ആൾ ആസ്പെക്റ്റ് ഓഫ് കോണ്ടംപററി സോഷ്യൽ ലൈഫ് ഫ്രം ദി കൾച്ചറൽ ടു ദ ക്രിമിനൽ, ദ ഫിനാൻഷ്യൽ ടു ദ സ്പിരിച്വൽ. അതായത് വ്യാപകമായ തലത്തിലേക്കുള്ള ഒരു സ്പ്രെഡിങ് ആണ്. അതുപോലെ തന്നെ അത് ആഴത്തിലാണ് അതിൻ്റെ ഒരു വന്നു ചേരുന്നത്. എന്ത് തന്നെയായാലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വന്നു ചേരുന്നത് ലോകത്തിലെല്ലായിടത്തും എന്ന രീതിയിൽ ആ ഒരു ഇൻ്റർ കണക്ഷനിലൂടെ വന്നു ചേരുന്നതാണ്. അത് ആൾ ആസ്പെക്റ്റ് ഓഫ് കോണ്ടംപററി സോഷ്യൽ ലൈഫ്, നമ്മുടെ സമകാലിക ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും വളരെ വിപുലമായിട്ട് സ്വാധീനിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഉയർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഗ്ലോബലൈസേഷൻ എന്നതിനെപ്പറ്റി അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? വൈഡനിങ്, deepening and spreading up of the worldwide interconnectedness in all aspects of contemporary social life from the cultural to the criminal. സാമൂഹിക, സാംസ്കാരികം
ഈ ഒരു തലത്തിൽ നിന്നും എന്തിന് ക്രിമിനൽ തലത്തിൽ വരെ, അല്ലെങ്കിലോ ഫിനാൻഷ്യൽ ടു ദ സ്പിരിച്വൽ, ഫിനാൻഷ്യൽ ലെവലിൽ നിന്നും സ്പിരിച്വാലിറ്റിയിലേക്ക് വരെയുള്ള ഉയർച്ച, അങ്ങനെ ഇൻ്റർ കണക്ഷനിലൂടെ ജനങ്ങൾ എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ ഒരു മൂലയിലിരുന്ന് പരസ്പരം ഇവർ വളരെ ഡീപ്പായിട്ട് അവരുടെ സാംസ്കാരിക തലങ്ങളെ, അവരുടെ സാമൂഹിക ജീവിതത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇൻ്റർ കണക്ഷൻസ് സാധ്യമാക്കുന്ന തരത്തിൽ ഇത് ഉണ്ടാക്കുന്നു, സ്വാധീനിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. സോ വി ക്യാൻ സേ ദാറ്റ് globalization, that means the widening, deepening and spreading up of or speeding up of worldwide interconnectedness in all aspects of contemporary social life. Okay, that is the definition. ഇനി സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് ഗ്ലോബലൈസേഷൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ സോഷ്യോളജി എന്താണെന്ന് ചോദിച്ചാലോ, we can see evidence of the factors that contributed to globalization. So here, first of all, the features like the rise of technology as a feature. ഗ്ലോബലൈസേഷൻ്റെ ഒരു ഫീച്ചർ എന്താണ്? ടെക്നോളജിയുടെ ആവിർഭാവമാണ്. അതും സാങ്കേതിക വിദ്യയിലൊക്കെ ഗണ്യമായ പുരോഗതി നേടിച്ചിട്ടുള്ള. ഇന്നിപ്പം നാം നോക്കുമ്പോൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എങ്ങനെയാണ്? ഇൻസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ഇൻസ്റ്റൻ്റ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. അത് സാങ്കേതിക വിദ്യയുടെ ഉയർച്ചയിലൂടെ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്ത് സാധ്യമാകുന്നു എന്നുള്ളതാണ്, പീപ്പിൾ ആർ മച്ച് മോർ ഡയറക്റ്റ്ലി പ്ലഗ്ഡ് ഇൻ ടു ദ ന്യൂസ് ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ്. അതായത് സാങ്കേതിക വിദ്യയിലൂടെ ഈ ടെക്നോളജിയുടെ റൈസ്, അത് ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന പ്രദേശം, നമ്മുടെ സിറ്റി, നമ്മുടെ ടൗൺ, നമ്മുടെ ഡിസ്ട്രിക്റ്റ്, നാം ഇവിടെയാണെങ്കിലും നമുക്ക് മറ്റനേകം വിദേശ രാജ്യങ്ങളിൽ ഉടലെടുത്ത് വരുന്ന പല സംഭവ വികാസങ്ങളും ടെക്നോളജിയുമായി ബന്ധപ്പെട്ടെല്ലാം നമുക്കറിയുവാനും അത് ഉപയോഗിക്കുവാനുമുള്ള അവസരങ്ങൾ നമുക്കിന്നുണ്ട്. അതൊക്കെ ഈ ഗ്ലോബലൈസേഷൻ്റെ പാർട്ടായിട്ട് സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന ഉയർച്ചയിലൂടെ കൈവരുന്നതാണ്. So the digital communication is now instant and people are much more directly plugged into the news from the outside world. Some people feel more cosmopolitan as a result of this, though some find it is too intrusive in their daily life. അത് ചില ആൾക്കാരെന്താ ഇത് മുഖേന കരുതുന്നത്, കൂടുതൽ സൗകര്യങ്ങളുടെ നടുവിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ തങ്ങളുടെ ഗ്രാമീണ മേഖലകളിലും ലഭ്യമാക്കാനായിട്ട് ഇത് മുഖേന കഴിയുന്നുണ്ട്. അപ്പോഴോ കോസ്മോപൊളിറ്റൻ ആകുന്നു ചില ആളുകൾക്ക്, അതിനുള്ള സൗകര്യങ്ങൾ വന്നു ചേരുന്നു. ഇതെല്ലാം തങ്ങൾക്ക് പകർന്നു നൽകുന്നത് ഗ്ലോബലൈസേഷനിലൂടെ ആണ് എന്നൊരു ചിന്ത. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദോ സം ഫൈൻഡ് ഇറ്റ് ഈസ് ടു ഇൻട്രൂസീവ് ഇൻ ദെയർ ഡെയിലി ലൈഫ്. അപ്പോഴങ്ങനെ ചിലരെന്ത് മനസ്സിലാക്കുന്നു, തങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായ പല കാര്യങ്ങളിലും പലതരത്തിലുള്ള ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ഉയർച്ച അത് തങ്ങളെ പലതരത്തിലും സഹായിക്കുന്നു എന്നവർക്ക് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് ഈസ്ഡ് ദ ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ഇന്ന് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇത് വളരെയധികം പല കാര്യങ്ങളെയും എന്താക്കുന്നു എന്നുള്ളതാണ്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് പല കാര്യങ്ങളിൽ ഇടപെടുവാനായിട്ട് അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ജോഗ്രാഫിക്കൽ ബാരിയേഴ്സ് ഒഴിവാകുന്നു. അവർ ഫേസ് ചെയ്ത് പോന്നിരുന്ന ജോഗ്രാഫിക്കൽ ബാരിയേഴ്സ്, അതുപോലെ ടൈം സോൺസ്, ഇവയെല്ലാം തന്നെ ഈസി ആക്കിക്കൊണ്ട് അവരുടേതായ സാമ്പത്തികമായ കാര്യങ്ങൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലൂടെ കൈകാര്യം ചെയ്യുവാനായിട്ട് അവസരമേകുന്നുണ്ട്. So it enables people to stay in touch with relatives across the world and helps businesses control operations remotely. അതിവിദൂരമായിരുന്നുകൊണ്ടാണെങ്കിലും തങ്ങൾക്ക് തങ്ങളുടേതായ റിലേറ്റീവ്സിനെ നാടിൻ്റെ ഏത് ഭാഗത്തുമായിക്കൊള്ളട്ടെ, വിദേശ രാജ്യങ്ങളിലായിക്കൊള്ളട്ടെ, അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും തങ്ങൾക്ക് തങ്ങളുടെ ബന്ധുക്കൾ എവിടെ ഇരുന്നാലും ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അവരെ പരസ്പരം കാണുന്നതിനും അവരുടെ ബിസിനസ് എല്ലാം കൈകാര്യം ചെയ്യുന്നതിനും ടൈം ആൻഡ് സ്പേസ് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നതിനും അതെല്ലാം തന്നെ ഇന്നത്തെ മോഡേൺ വേൾഡിൽ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അവർ നന്ദി പറയുന്നത് ആരോടാ? ടെക്നോളജിയോടാണ്. സോ ടൈം ആൻഡ് സ്പേസ് ആർ ലെസ് പ്രസ്സിങ് ഇഷ്യൂസ് ഇൻ ദി മോഡേൺ വേൾഡ് താങ്ക്സ് ടു ദ റൈസ് ഓഫ് ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഇത് ഈ സാങ്കേതികവിദ്യ വളർച്ച, ആ സാങ്കേതികവിദ്യയുടെ വളർച്ചയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് ഗ്ലോബലൈസേഷനിലൂടെ വന്നു ചേർന്നൊരു ബൈ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് മൂലയിൽ ജനങ്ങൾ എവിടെ ഇരുന്നാലും അവർക്ക് പരസ്പരം അവരുടേതായ കാര്യങ്ങളെ, അവരുടേതായ ആളുകളെ ഒക്കെ കണ്ടും കേട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ ടൈം ആൻഡ് സ്പേസ് കൂടുതൽ സ്പെൻഡ് ചെയ്യാതെ തന്നെ അവർക്ക് കൈകാര്യം ചെയ്യുന്നതിന് അവസരം ഒരുങ്ങുകയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി എന്താ പറയുക, കൾച്ചറൽ ഫാക്ടേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ കൾച്ചറൽ ഫാക്ടേഴ്സിൽ പ്രധാനമായും മെൻഷൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? സ്പോർട്ടിങ്, മ്യൂസിക് ആൻഡ് ഫിലിം ഇവൻറ്റ്സ് ഹൗ ബ്രോട്ട്
people together from across the world. Then global consumption patterns have also become increasingly similar. ഇപ്പോൾ ഉദാഹരണം എടുത്തുകയാണ് ഷോപ്പിംഗ് മാൾസ് ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗ്. ഈ ഷോപ്പിംഗ് മാൾ ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ എടുത്തേ ഇവയെല്ലാം നമ്മളുടെ ഗ്ലോബൽ ലെവലിലേക്ക് നോക്കുമ്പോൾ ഇവയുടെയൊക്കെ കൺസംഷൻ പാറ്റേൺ ഹൈ ആണ്. കാരണം നാം ഒരിടത്ത് പോവാതെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എന്തുമാവട്ടെ ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നമ്മുടെ മുറ്റത്ത് കൊണ്ടുവന്ന് തരുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ ഈ ഗ്ലോബലൈസേഷൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന കൾച്ചറൽ ഫാക്ടേഴ്സിൻ്റെ സൈഡാണത്. So there is also global risk consciousness, the feeling that we are all the threat from things like terrorism and climate change. അപ്പോൾ ഗ്ലോബലൈസേഷൻ നല്ലതാണെന്ന് പറയുമ്പോഴും നല്ല നല്ല ഫാക്ടേഴ്സ് നല്ല ചേഞ്ചസ് അതിലൂടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും അതിൽ ഒളിഞ്ഞിരിക്കുന്ന പതിയിരിക്കുന്ന ഒരു അപകടാവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? റിസ്ക് കോൺഷ്യസ്നസ് എന്ന രീതിയിൽ ഗ്ലോബൽ സൈഡിൽ നാം ചിന്തിക്കേണ്ട കാര്യം ദ ഫീലിംഗ് ദാറ്റ് വി ആർ ആൾ അറ്റ് ത്രെട്ട് ഫ്രം തിങ്സ് ലൈക്ക് ടെററിസം. നാം എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നാം കാണേണ്ട ഇത്തരത്തിലുള്ള ചില ഭീഷണി, അതായത് ഭീകരവാദവും അതുപോലെ ടെററിസവും അതുപോലെ തന്നെ പിന്നെന്താ കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമാറ്റിക് ചേഞ്ച്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സം ക്രിട്ടിസൈസ് ഗ്ലോബലൈസേഷൻ ഫോർ ഹോമോജനൈസിങ് കൾച്ചർ. ചിലർ വിമർശിക്കുന്നുണ്ട് കൾച്ചറിനെ ഹോമോജനൈസ് ചെയ്യുക എന്ന തരത്തിൽ. ബട്ട് സം പോയിൻ്റ് ഔട്ട് ടു ദ ഫാക്ട് ദാറ്റ് കൾച്ചറൽ ഗ്ലോബലൈസേഷൻ ഈസ് ടു വേ. അപ്പോൾ ഈ കൾച്ചറിനെ ഹോമോജനൈസ് ചെയ്യുക, ഹോമോജനിറ്റി എന്ന് പറയുമ്പോഴേക്കും എന്താണ്, അത് ഐഡൻറ്റിക്കൽ എന്ന രീതിയിൽ, അതായത് തങ്ങളുടെയും മറ്റൊരു വിഭാഗക്കാരുടെയും ആ കൾച്ചർ എടുക്കുമ്പോൾ അത് ഒരുപോലെയാണ് എന്നുള്ള തരത്തിലേക്ക് വരിക. അപ്പോൾ കൾച്ചറൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് രണ്ട് രീതിയിലാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കനൈസേഷൻ സെർട്ടൺലി എക്സിസ്റ്റ്. കാരണം അമേരിക്കൻ അവരുടെ ആ ഒരു സംസ്കാര തന്മയിലുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നു. അപ്പോൾ അത് നമ്മൾ പറയുന്നു അമേരിക്കനൈസേഷൻ്റെ പാർട്ടാണെന്ന് പറയും. അപ്പോൾ ആ ഒരു കൾച്ചറൽ എക്സിസ്റ്റൻസ് നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. ബട്ട് ദർ ഈസ് ആൾസോ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡെവലപ്പിംഗ് കൾച്ചേഴ്സ് ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. അപ്പോൾ അതേപോലെ തന്നെ എന്തുകൊണ്ട് വെസ്റ്റേൺ വേൾഡിലേക്ക് നമ്മളുടെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ, അതായത് ഇവിടുത്തെ ആൾക്കാരുടേതായ ആഗമനം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരുടേതായ ആ ഒരു ഇൻഫ്ലുവൻസ് ആ വെസ്റ്റേൺ വേൾഡിലേക്കും വരുന്നത് പോലെ വെസ്റ്റേൺ വേൾഡിൻ്റെ പ്രോഡക്റ്റിലൂടെയായും ജനങ്ങളിലൂടെ ആയാലും അവരുടേതായ ഇൻഫ്ലുവൻസ് നമ്മളിലേക്കും വന്നു ചേരാവുന്നതാണ്. സോ അമേരിക്കനൈസേഷൻ certainly exists, but there is also the influence of developing cultures in the Western world. For example, the influence of Bollywood and the rising popularity of Asian fast food outlets. ഏഷ്യൻ ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റൊക്കെ നോക്കുമ്പോഴേക്കും അതൊക്കെ എന്തിൻ്റെ സ്വാധീനമാണ്? അത് ഈ വെസ്റ്റേൺ വേൾഡിൻ്റേതായ സ്വാധീനമാണ്. ഇന്ന് പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമ്മളുടെ നാട്ടിലുണ്ട്. എന്താണ് അൽഫാം, കുഴിമന്തി, ഇതൊക്കെ പറയുന്ന ആ പേരുകളിലൊക്കെ കിട്ടുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മളുടെ വിദേശ രാജ്യങ്ങളിലുള്ള ചില ഫുഡ് ഐറ്റംസ് ആയിരുന്നു. അത് അവിടെ പോയി ആൾക്കാർ അതിനെപ്പറ്റി തിരിച്ചറിഞ്ഞു വന്നപ്പോൾ പിന്നീട് അതിൻ്റേതായ ഒരു സ്വാധീനം നമ്മുടെ നാടുകളിലേക്കും വന്നു. ഇന്നിപ്പോൾ പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് എന്ന രീതിയിലുള്ള പരീക്ഷണവും അത് കഴിച്ചിട്ട് അതിനെ തുടർന്ന് പിന്നെ അതിനെ മാറ്റാൻ വേണ്ടി പിന്നെ ജിമ്മിൽ കയറി ഇറങ്ങുന്ന കാഴ്ചയും നാം ഇന്ന് കാണുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ നമുക്കിതെല്ലാം എങ്ങനെയാണ്, നമുക്ക് ചില സ്വാധീനമാണ്, ചില ഇൻഫ്ലുവൻസാണ്, വെസ്റ്റേൺ കൺട്രീസിൻ്റേതായ ചില ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ നമ്മൾ ഇവിടെ അതിനെ വെച്ച് പരീക്ഷണം നടത്തുകയും അത് നമ്മുടെ ഡെയിലി ലൈഫിനെയും സോഷ്യൽ ലൈഫിനെ തന്നെ സ്വാധീനിക്കുവാനായിട്ടുള്ളൊരു ശേഷിയുള്ള ഘടകമായി മാറുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദ അടുത്തത് ഇതാണ് എക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. You know, the post-industrial economy is now weightless, as many goods are now intangible. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ, അതായത് ഇൻഡസ്ട്രിയൽ എക്കോണമി, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമുള്ള ഇന്നത്തെ ഒരു സൊസൈറ്റി നോക്കുമ്പോഴേക്കും സൊസൈറ്റിയെ നാം എങ്ങനെ പറയുന്നത്? വെയ്റ്റ്ലെസ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ മെനി ഗുഡ്സ് ഇപ്പോഴെന്താ ഇൻടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോഴേക്കും കാരണം ഇലക്ട്രോണിക്സ് റാദർ ദാൻ ടാഞ്ചിബിൾ ഗുഡ്സ് ലൈക്ക് ക്ലോത്ത്സ് ഓർ കാർസ്. അപ്പോൾ നമുക്ക് ഇൻടാഞ്ചിബിൾ ഗുഡ്സ് എന്ന രീതിയിലുള്ളതാണ് കൂടുതലും. അതൊക്കെ ഇലക്ട്രോണിക്സ് ആണ്. ക്ലോത്ത്, കാറ് എന്നൊക്കെ പറയുന്നതൊക്കെ ടാഞ്ചിബിളാണ്. എന്നാൽ ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന രീതിയിൽ പറയുമ്പോഴേക്കും അതെല്ലാം ഏതാണെന്നാണ് പറയുന്നത്? ഇൻടാഞ്ചിബിൾ ആണെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഗ്ലോബൽ കമ്മോഡിറ്റി ചെയിൻസ്
ഇവിടെ നിലവിലുണ്ട്. ഈ ഗ്ലോബൽ കമ്മോഡിറ്റി ചെയിൻസ് എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് മീൻ ദ പ്രൊഡക്ഷൻ ഈസ് മോർ എഫിഷ്യൻറ്റ്, ദ ലീസ്റ്റ് പ്രോഫിറ്റബിൾ പാർട്സ് ഓഫ് ദ ചെയിൻ ആർ ഡൺ ഇൻ ദ പുവറസ്റ്റ് കൺട്രീസ് ആൻഡ് ദ മോർ പ്രോഫിറ്റബിൾ പാർട്സ് ആർ ഡൺ ഇൻ റിച്ചർ കൺട്രീസ്. അപ്പോഴിവിടെ ഇതാണ് പ്രത്യേകത. ഗ്ലോബൽ കമ്മോഡിറ്റി ചെയിൻസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷനിൽ തന്നെ അത് നന്നായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഫിറ്റബിൾ, അതും ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ചെയിൻ പാർട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ചെയിൻ പാർട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മാനുഫാക്ചറിങ്, that is done in poorer countries, and the more profitable parts, that is marketing, are done in റിച്ചർ കൺട്രീസ്. അതാണ് പ്രത്യേകത. അതായത് മാർക്കറ്റിംഗ് സൈഡ് മാത്രമായിരിക്കും പൂറർ കൺട്രീസ്, മറിച്ച് ഇതിൻ്റെ കൂടുതലായിട്ട് പ്രോഫിറ്റബിൾ പാർട്സ് എല്ലാം തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്നത് അതെവിടെയായിരിക്കും? പ്രോഫിറ്റബിൾ പാർട്സ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡെല്ലാം റിച്ചർ കൺട്രീസിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഓക്കെ. പിന്നെ സോഷ്യോളജി വിത്ത് ഗ്ലോബലൈസേഷൻ. പിന്നെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴേക്കും ഗ്ലോബലൈസേഷൻ, ഐഡൻറ്റിറ്റി, ടൈപ്സ് ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ഗ്ലോബലൈസ്ഡ് വേൾഡ്. അതിലെ പ്രധാനമായിട്ടുള്ള ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് ഐഡൻറ്റിറ്റീസ്. എക്സാമ്പിൾ എടുത്താൽ ലീഗലായിട്ടുള്ള സിറ്റിസൺഷിപ്പ്, ദിസ് ഈസ് ഗിവൺ ബൈ ദ സ്റ്റേറ്റ് ആൻഡ് എക്സ്ക്ലൂഡ് നോൺ സിറ്റിസൺസ്. അടുത്തത് റെസിസ്റ്റൻസ് ഐഡൻറ്റിറ്റീസ്, where marginalized groups reject their stigmatization. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ തികച്ചും അവരുടേതായ എന്താ പറയുക സ്റ്റിഗ്മ എന്ന രീതിയിൽ അതിൽ നിന്നും അവരെന്ത് ചെയ്യുക? സ്റ്റിഗ്മ മീൻസ് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എത്ര കണ്ടവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള അറ്റംപ്റ്റ് നടന്നാലും അവരുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള എന്ത് നടക്കുന്നില്ല, ഉയർച്ചയൊന്നും നടക്കുന്നില്ല. ദെൻ പ്രോജക്റ്റ് ഐഡൻറ്റിറ്റീസ്, where alternative identities are constructed, that is green identity of environmentalism, project identities, green identity എന്ന് പറയാം. ഇനി ഗ്ലോബലൈസേഷൻ സൊസൈറ്റിയിലെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? വാട്ട് ഈസ് ദി ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ സോഷ്യോളജി? സൊസൈറ്റിയിൽ എന്താ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും 1992 റൊണാൾഡോ റോബർട്ട്സൺ ഒരു ടേം, അതായത് ഗ്ലോക്കലൈസേഷൻ എന്നൊരു പദപ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ വിച്ച് റെഫേഴ്സ് ടു ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ ഗ്ലോബൽ വിത്ത് ലോക്കൽ കൾച്ചേഴ്സ് ഓർ ഗുഡ്സ്. ഇത് പ്രധാനമായിട്ടും എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ഹൈബ്രിഡൈസേഷൻ ഓഫ് ഗ്ലോബൽ വിത്ത് ലോക്കൽ കൾച്ചർ. അതായത് ആഗോളതലത്തിൽ, അന്തർദേശീയ തലത്തിൽ പല രാജ്യങ്ങളുടെയും പല കാര്യങ്ങളും നമ്മളുടെ ലോക്കൽ ഗുഡ്സ് അഥവാ ലോക്കൽ ഗുഡ്സുമായിട്ട് കൂട്ടി ഇണക്കുക, അതിനെ കൈകോർക്കുക എന്നതാണ് ഹൈബ്രിഡൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സോ ഇങ്ങനെ വരുമ്പോഴതൊരു കോംപ്ലക്സ് പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ദിസ് ഈസ് എ കോംപ്ലക്സ് പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ബിക്കോസ് ദെയർ ഈസ് എ ഹോമോജിനസ് യൂണിവേഴ്സൽ കൾച്ചർ but with a heterogeneous aspect that change from place to place. എന്താണെന്ന് ചോദിച്ചാൽ അന്തർദേശീയ തലത്തിലെ വിദേശ രാജ്യങ്ങളുടേതായ പല കാര്യങ്ങളും ലോക്കൽ തലത്തിലെ ഗ്രാമീണ തലത്തിലുള്ള പലതിലേക്കും വന്നു ഭവിക്കുമ്പോൾ അവ തമ്മിലൊരു കൂട്ടിയോജിക്കൽ സംജാതമാകുമ്പോൾ ആ ഗ്ലോബലൈസേഷൻ്റെ സങ്കീർണതകൾ പലതും നമ്മളിലേക്കും വന്നു ചേരുകയാണ്. അത് നമ്മളിലേക്ക് വന്നു ചേരുകയും അതൊരു ഹോമോജിനിറ്റി അഥവാ യൂണിവേഴ്സൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്ന തരത്തിലേക്ക് വരുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു സോഷ്യോ കൾച്ചർ ഗ്ലോബലൈസേഷനിലെ പലത് തമ്മിൽ സമ്മേളിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ബട്ട് ദ ഹെറ്ററോജീനിയസ് ആസ്പെക്ട് ദാറ്റ് ചേഞ്ച് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഹെറ്ററോജീനിയസ് ആയിട്ട് വ്യത്യസ്തങ്ങളായി നിലകൊള്ളുന്ന പലതും കാലാകാലങ്ങളിൽ അതിൻ്റെതായ എന്തുണ്ടായിക്കൊണ്ടിരിക്കും? മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ മുഖേന സംഭവിക്കാവുന്ന മറ്റൊരു മാറ്റം സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടുകാലം മുതലേ കാത്തു സൂക്ഷിക്കുന്ന ചില മൂല്യവത്തായ കാര്യങ്ങളുണ്ട്. അത് ട്രഡീഷൻ്റെ ഭാഗമാണ്. അതൊക്കെ ഇങ്ങനെ ഇല്ലാതായിട്ട് കൈമോശം വന്നു പോകും. അതിനെയാണ് പറയുന്നത് ദ ഇറോഷൻ ഓഫ് ട്രഡീഷൻ ആസ് ആൻ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ. എന്താ പറയുക, ഇറോഡ് ചെയ്യുക മീൻസ് ചോർന്നു പോവുക എന്നുള്ളതാണ്. അത് വെസ്റ്റേണൈസേഷൻ്റെ പാർട്ടായിട്ട് നാം ഇന്ന് നോക്കുമ്പോൾ വെസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും അവരുടെ വസ്ത്രധാരണവും നാം ഇന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാര്യം വെസ്റ്റേണൈസേഷൻ്റെ പാർട്ടായിട്ട് അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അല്പവസ്ത്രധാരികളായ സ്ത്രീകളും ഫുൾ ഡ്രസ്സ് അണിഞ്ഞു വരുന്ന പുരുഷന്മാരും കാണാം. അതിൻ്റെയൊക്കെ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മളുടെ കൾച്ചറിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ ഇടയിൽ കുറേ സെലിബ്രിറ്റീസ് എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. കാരണം വസ്ത്രം മാന്യമായി ഇടേണ്ട സ്ഥാനത്തൊന്നും തന്നെ വസ്ത്രം ഉണ്ടാവില്ല.
അപ്പോൾ അവരും അല്പവസ്ത്രധാരിയായി മാറുന്നതിനുള്ള ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ മൂല്യശോഷണത്തിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ട്രഡീഷൻ്റെ ആ മൂല്യവത്തായ കാര്യങ്ങളെ ഇല്ലാതാക്കുകയല്ലേ? ഇതെവിടെ നിന്ന് കയറി വന്നതാ? വെസ്റ്റേൺ പാർട്ടിൽ നിന്നും കയറി വന്ന കൾച്ചറിൻ്റെ ഭാഗമായിട്ടല്ലേ ഇവിടെയുള്ള സെലിബ്രേറ്റ് എന്ന് സ്വയം അഭിമാനിക്കുകയാണോ അഹങ്കരിക്കുകയാണോ അതോ നമ്മളെയൊക്കെ കളിയാക്കാൻ വേണ്ടിയാണോ എന്നൊന്നും അറിയില്ല. ഒരു വിഭാഗം ആൾക്കാർ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ചില സിനിമാ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, എന്നിട്ട് അവരെയൊക്കെ പൊക്കി പിടിച്ച് അവരുടെ പുറകെ നടക്കാനായിട്ട് കുറേ ആണുങ്ങളും ഇവരോടൊപ്പം തന്നെ ഉണ്ടാകും. വേഷത്തിൽ നോക്കുകയാണെങ്കിൽ വേഷം എന്ന് പറയുന്നത്, നമ്മൾ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ മാന്യമായ വസ്ത്രം ധരിച്ച് അതൊരു നമ്മുടെ പൈതൃകത്തിൻ്റെയൊക്കെ ഒരു മൂല്യവത്തായ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് കാത്തു സൂക്ഷിച്ചു പോകുന്നതാണ് ശരിയായ മാന്യമായ വസ്ത്രധാരണം എന്ന് പറയും. ഇന്ന് നാം നോക്കുമ്പോഴേക്കും വേണ്ടിടത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊടിയിട്ട് സ്ത്രീകൾ വസ്ത്രധാരണം നടത്തുന്ന രീതി, അത് ആ കൾച്ചറിൻ്റെ എത്രത്തോളമാണ് അതിനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളത് ചിന്തിക്കാതെ മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കണം, അട്രാക്റ്റ് ചെയ്യണം എന്ന തരത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് വസ്ത്രവിധാനം. അതെന്താ പറ്റുന്നത്? അത് നമ്മുടെ ട്രഡീഷനെ ഇറോഷന് വിധേയമാവുകയല്ലേ? അത് ചോർന്ന് നമ്മുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കുകയല്ലേ? അത് ആ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ള ചില മൂല്യമില്ലാത്ത ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇൻ മെനി കൺട്രീസ് പീപ്പിൾ വാണ്ട് ടു റിറ്റെയിൻ ദെയർ ട്രഡീഷണൽ കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി ആൻഡ് ദേ റെസിസ്റ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് വെസ്റ്റേൺ കൾച്ചർ ആൻഡ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആഗമനം, കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള വസ്ത്രധാരണം, ഇതെല്ലാം തന്നെ നമ്മളുടെ മൂല്യവത്തായ കാര്യങ്ങളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പർട്ടിക്കുലറായിട്ട് നോട്ടീസബിളാണ്. അത് ഈ മിഡിൽ ഈസ്റ്റ് പാർട്ട് ഓഫ് ആഫ്രിക്കയിലേക്കൊക്കെ നാം നോക്കുമ്പോഴേക്കും അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഹിയർ ദ റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഹാവ് ബീൻ അക്കമ്പനിഡ് ബൈ ദി അസഷൻസ് ഓഫ് ഇസ്ലാമിക് ഐഡൻറ്റിറ്റി, അതേപോലെ തന്നെ റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്, ഇതിനെയെല്ലാം കൂടി ചേർത്ത് അപ്പോഴിവിടെ ഗ്ലോബലൈസേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണതയും ഉണ്ട്. ഇപ്പം നാം എക്സാമ്പിൾ സ്കോട്ട്ലൻഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ പ്രധാനമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഐഡൻറ്റിറ്റിയെയാണ് അവർ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ സൊസൈറ്റി. എക്കണോമിക് ഗ്ലോബലൈസേഷൻ, കൾച്ചറൽ ഗ്ലോബലൈസേഷൻ, പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ എന്നിവയാണ് പ്രധാനമായിട്ടും സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഗ്ലോബലൈസേഷൻ്റെ പല ഇനങ്ങളെന്ന് പറയുക. എന്താ എക്കണോമിക് ഗ്ലോബലൈസേഷൻ? ഇറ്റ് റെഫേഴ്സ് ടു ഇൻക്രീസ്ഡ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ് ആൻഡ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്. Then as a result of economic globalization, state economies depend on each other to provide technology and resources. Okay. Then cultural globalization means the increase in communication between people and the intermixing of various cultures. Okay. Examples of cultural intermixing include media and entertainment that is globally known. Example, Harry Potter franchise, the sharing of different cultures. Example, the rise of K-pop in the West. Then again, political globalization too. What is the definition? Political globalization means it refers to the cooperation between the countries and the increasing power of international political bodies such as UN. Okay. Then further examples of such bodies include League of Nations, World Trade Organization and the European Union. Okay. Then next കേസ് ഗ്ലോബലൈസേഷൻ ഇൻ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ എ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ആഗോളതലത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഗ്ലോബലൈസേഷനെ പറ്റി സോഷ്യോളജിയിൽ നാം ആദ്യം തന്നെ കുറിക്കുമ്പോൾ അത് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. സോ വി ക്യാൻ കമ്പയർ അവർ ടീച്ചിങ് മെത്തേഡ്സ് ഓഫ് those of the other countries which can be quite different. For example, China. അതായത് നമ്മളുടേതായ എഡ്യൂക്കേഷൻ സിസ്റ്റം മറ്റൊരു കൺട്രിയുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കുമ്പോഴേക്കും അത് പ്രത്യേകിച്ചും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ചൈനയുടെ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് കമ്പാരിസൺസ് ഇൻക്ലൂഡ് ദി ഏജസ് ദാറ്റ് ചിൽഡ്രൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് വിത്ത് സ്കൂളിംഗ്, ദ ഫോക്കസ് ഓൺ ടെസ്റ്റിംഗ് ആൻഡ് എക്സാംസ്, പ്രൈവറ്റൈസേഷൻ, ദ സ്റ്റാറ്റസ് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, എക്സെട്ര.
ഇപ്പോൾ രസകരമായ രീതിയിലുള്ള കമ്പാരിസൺ നമ്മൾ പല കാലഘട്ടങ്ങളിലൂടെ നാം നോക്കുമ്പോൾ കുട്ടികൾ പഠനം ആരംഭിക്കുന്നു, അവരുടെ സ്കൂളിംഗ് ലെവൽ ആരംഭിച്ചത് അവസാനിപ്പിക്കുന്നു. പ്രധാനമായിട്ടും സ്കൂൾ ലെവലൊക്കെ അവസാനിച്ച് കഴിയുമ്പോഴേക്കും അവർ പഠനത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ഒരു തലത്തിലേക്ക് ജോലി സംബന്ധിച്ച് അവരുടെ ടെസ്റ്റിങ്, എക്സാംസ് അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെന്താണ്, സ്വകാര്യവൽക്കരണം എന്ന രീതിയിലുള്ള ഒരു തലമുണ്ട്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഇങ്ങനെ പല മേഖലകൾ ഇവിടെ കാണാൻ സാധിക്കും. Though there has been much progress in education, it is important to understand that many children in other, less economically developed countries are still not in school or are in inadequate education. There are also been a backlash against the imposition of Western style schooling in some countries. The schooling of girls in Afghanistan has been resisted by Taliban. ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത പറയുന്നത്? എഡ്യൂക്കേഷനിൽ പല പുരോഗതിയും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചില എക്കണോമിക്കലി ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെ എന്ന് പറയുമ്പോൾ പല കുട്ടികളും ഇന്നും വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിൽ സ്കൂളുകളിലൊന്നും പോകുന്നില്ല, അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ബാക്ക്ലോഗ് തീർച്ചയായിട്ടും വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് സ്കൂളിംഗ് ചില കൺട്രീസിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പോൾ ആഫ്രിക്കൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള പ്രദേശങ്ങളിലെ കുട്ടികളെയൊക്കെ നോക്കിയാണ് വേണ്ടത്ര രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിൽ അവർക്ക് ഉയരാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഗേൾസിൻ്റെ സ്കൂളിംഗ് എന്ന് പറയുമ്പോഴേക്കും അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്നൊരു കാഴ്ചപ്പാടാണ് അവിടെയുള്ളത്. അതിന് എക്സാമ്പിളാണ് താലിബാൻ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോഴിവിടെ സ്കൂളും വിദ്യാഭ്യാസവും സൊസൈറ്റിയും ഒക്കെയായി നാം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പറയുമ്പോൾ സോഷ്യോളജിയിൽ സ്കൂളിംഗ് എന്ന് പറയുന്നത് പല ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഓരോ കൺട്രിയിലും ഓരോരോ രീതിയിലാണ് ഈ സ്കൂളിങ്ങിൻ്റെ ഒരു ലെവല് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ അഗെയിൻ ഫാമിലീസ്, ഹൗസ് ഹോൾഡ് ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? ദ നോം ഫോർ ബ്രിട്ടീഷ് ഫാമിലീസ്, ദ ന്യൂക്ലിയർ ഫാമിലി ഈസ് നോട്ട് ദ നോം എൽസ്വെയർ. തിങ്സ് ലൈക്ക് മോണോഗമസ് ഓർ പോളിഗമസ് മാരേജസ് ആർ ബിഗ് കൾച്ചറൽ ഡിഫറൻസസ്. അതായത് ഫാമിലി എങ്ങനെയുള്ളതാണ്? പോളിഗമസ് ആണോ അതോ മോണോഗമസ് ആണോ? അതായത് ഒരു ഭർത്താവ് ഒരു ഭാര്യ, അതുപോലെ തന്നെ 2 ഭാര്യ 1 ഭർത്താവ്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പലയിടത്തുമുണ്ട്. അപ്പോൾ അതിൻ്റെ നോംസ് എന്ന് പറയുമ്പോൾ ഫാമിലിയിൽ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായി നോക്കുമ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, ഒരു ഭാര്യയ്ക്ക് 1 ഭർത്താവ്, ഒരു ഭർത്താവിന് 1 ഭാര്യ, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഫാമിലി നോംസിലേക്ക് നോക്കുമ്പോഴേക്കും അതൊരു ന്യൂക്ലിയർ ഫാമിലിയാണ്. പക്ഷെ അതെല്ലായിടത്തും അങ്ങനെയല്ല. ദാറ്റ് ഈസ് നോട്ട് ദ നോം എൽസ്വെയർ. എല്ലായിടത്തും അങ്ങനെയല്ല. തിങ്സ് ലൈക്ക് മോണോഗമസ് ഓർ പോളിഗമസ് മാരേജസ് ആർ ബിഗ് കൾച്ചറൽ ഡിഫറൻസസ്. മോണോഗമസ് ആയാലും 1 വൈഫ് എന്ന രീതിയിലായാലും ഒന്നിലധികം ഭാര്യ എന്ന് പറയുന്നതിലും അത് ഓരോ കൺട്രിയിലും കൾച്ചറൽ ഡിഫറൻസസിൻ്റെ ബേസിൽ അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാദേശിക പ്രത്യേകത അനുസരിച്ച് അവയുടെ ആ ഒരു അവെയർനെസ്, ഡെമോഗ്രാഫിക് ട്രെൻഡ്സ്, അതിനെക്കുറിച്ചുള്ള അവെയർനെസ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അവെയർനെസ് ഓഫ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഫോർ example, we can say that the immigration of working adult has contributed to a rise in the birth rate. Working adult തീർച്ചയായിട്ടും ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അവരുടെ ഇമിഗ്രേഷൻ ഇടയാക്കും. അതായത് ഇപ്പോൾ ഈ വർക്കിംഗ് അഡൽട്ട് എന്ന രീതി കുറേ ആൾക്കാർ നമ്മളുടെ നാട്ടിൽ നിന്നും നമ്മളുടെ ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിലേക്ക് കുടിയേറും, പ്രത്യേകിച്ച് UK അപ്പോൾ UK പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ അവരവിടെ സെറ്റ് ചെയ്യുന്നു, അവരവിടെ വളരാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യാം? അത് അവിടുത്തെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഇടയാകാം. പക്ഷേ അത് നമ്മളുടെ ഇവിടെ നിന്നുള്ള ആ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുകയുമില്ല. അപ്പോൾ ഇവിടുത്തെ വളർച്ചാ നിരക്ക് അത് കുറയാനിടയാകും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഓക്കെ, so the immigration of Western people from their country to our country India and from our country to their country, that has contributed a lot of influence their economic growth എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ ദ ഏജിങ് പോപ്പുലേഷൻ ഈസ് അൺയൂക്വലി വെസ്റ്റേൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടു കമ്പയർ ടു കൗണ്ടർ എക്സാമ്പിൾസ്. ഇപ്പോൾ ആഫ്രിക്കയിൽ എടുക്കുക, മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് ഫെമിനൈസ്ഡ്. അത് വെച്ചാൽ മൈഗ്രേഷൻ അത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളതാണ്. വിത്ത് മെനി വുമൺ ഫ്രം പുവർ കൺട്രീസ് വർക്കിംഗ് ഇൻ ലോ പെയ്ഡ് ജോബ്സ് ഇൻ ദ വെസ്റ്റ്.
അതായത് ഒരുപാട് സ്ത്രീകൾ അവിടെ വന്ന് കുറഞ്ഞ പൈസയ്ക്ക് ജോലി അവിടെ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് വർക്ക്, വീട്ടുജോലിയും ചൈൽഡ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അവർ വർക്ക് ചെയ്ത് പോകുക എന്നതാണ് പറയുന്നത്. ദെൻ കൾച്ചർ, ഐഡൻറ്റിറ്റി ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഹാസ് അലൗഡ് ഫോർ ആൻ ഇനോർമസ് എമൗണ്ട് ഓഫ് കൾച്ചർ ആൻഡ് കൾച്ചറൽ ട്രെൻഡ്സ് ടു ബി ഷെയർഡ് എമംഗ് യങ് പീപ്പിൾ എസ്പെഷ്യലി. പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലെ കൾച്ചറൽ ട്രെൻഡ്സ് അവയെല്ലാം തന്നെ വൻതോതിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്ത് കൾച്ചറൽ ട്രെൻഡിനെയൊക്കെ കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ മൈഗ്രേഷനും മാരേജസും എല്ലാം തന്നെ പല രീതിയിൽ പല നാടുകളിൽ നിന്നുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന അവസ്ഥയുണ്ട്. വിവാഹത്തിലേക്ക് വരുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള പുരുഷന്മാർ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ആ ഒരു ട്രാൻസാക്ഷണൽ ഐഡൻറ്റിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒന്നിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മൈഗ്രേഷൻ, മാരേജിലേക്ക് വരുന്നുണ്ട്. മെനി പീപ്പിൾ ഹാവ് ഹൈബ്രിഡ് ഐഡൻറ്റിറ്റീസ് ഉണ്ടാവാം, സം ഹാവ് ട്രാൻസാക്ഷണൽ ഐഡൻറ്റിറ്റീസ് ഉണ്ടാവാം. നാഷണലാണ് transnational identities, that is the identity obtained from moving around a lot and never settling into one place. ഇവരിങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്, ഒരിടത്ത് ഉറച്ചു നിൽക്കില്ല. അങ്ങനെ പലയിടത്തു നിന്നും പല ആൾക്കാരുമായി കൂട്ടിമുട്ടുകയും അങ്ങനെയുള്ള രീതിയിൽ അവർ അറിയുകയും പരസ്പരം ഒന്നിക്കുകയും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സോ ദ ലാസ്റ്റ് പോയിൻ്റ്, ഗ്ലോബലൈസ്ഡ് ഹെൽത്ത്. We now have a global health industry because we share lot of knowledge and resources between countries. പിന്നെ നമുക്ക് ഒരു ഗ്ലോബൽ ഹെൽത്ത് ഇൻഡസ്ട്രി തന്നെയുണ്ട്. ആഗോളതലത്തിൽ നാം ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വിദേശത്തുള്ള ഡോക്ടറുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബുക്ക് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മുടെ രോഗവിവരങ്ങൾ അയാളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നോളജ് എന്നുള്ളത് ഏത് ഭാഗത്തു നിന്നും കിട്ടുവാനായിട്ടുള്ള അവൈലബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളതാണ്. റിസോഴ്സസ് ബിറ്റ്വീൻ കൺട്രീസ്, അതിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ നോളജ് എല്ലാം ഉണ്ട്. ഇപ്പോൾ UK നാഷണൽ ഹെൽത്ത് സർവീസസ് എന്ന് എടുക്കുക. UK's നാഷണൽ ഹെൽത്ത് സർവീസസ് ഹാസ് ആൾവേസ് റിലൈഡ് ഹെവിലി ഓൺ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഫ്രം അതർ കൺട്രീസ്. ഇപ്പോൾ UK ഇവിടെയൊക്കെ പഠിച്ച് പാസ്സായി MBBSും ഡോക്ടറും ഒക്കെ ഇവിടെ നിന്ന് MBBS എടുത്ത് UK പോയി PG എടുത്തു. അതുപോലെ തന്നെ നഴ്സിംഗ് പഠിച്ചു, എന്നിട്ട് UK പോയി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരങ്ങനെ ഇവിടെ നിന്നും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും ഈ എഡ്യൂക്കേഷൻ ഫീൽഡ്, ഹെൽത്ത് ഫീൽഡ്, ഇതൊക്കെ ഇവിടെ നമുക്ക് കിട്ടേണ്ട സർവീസസ് അന്യരാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്ലോബൽ ഹെൽത്ത് ഇൻഡസ്ട്രി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2014 ശേഷമാണ് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി തന്നെ ഗ്ലോബൽ ലെവലിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പറയപ്പെടുന്നത്. ദ 3 countries ദാറ്റ് സഫേർഡ്, അതായത് ഗിനിയ, ഏതൊക്കെയാണെന്നറിയാവുക, ലിബേറിയ ആൻഡ് സിറിയ ലയോൺ. അവിടെ എന്തുണ്ടായി, ഒരു യുദ്ധം പുറപ്പെട്ടു. 2014 എബോള ഔട്ട് ബ്രേക്ക്. അതിന് ശേഷമാണ് ഇവിടെ നമുക്കൊരു ഗ്ലോബൽ ഹെൽത്ത് ഇൻഡസ്ട്രി തന്നെ അവിടെ ഡെവലപ്പ് ചെയ്തതെന്ന് പറയുന്നത്. വുഡിൻ്റ് ഹാവ് മാനേജ്ഡ് ദി ഔട്ട് ബ്രേക്ക്. അപ്പോൾ ഇതിനെ ആ ഒരു തകർച്ച വന്നപ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. അത് പ്രധാനമായിട്ടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അവർക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് സഹായം അവർക്ക് കൊടുക്കുമ്പോഴേക്കും മറ്റ് രാജ്യങ്ങളും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന മെഡിസിൻസ്, അതായത് സയൻസ് ഫ്രണ്ടിയേഴ്സ് എന്ന രീതിയിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നതൊക്കെ തന്നെ ഈ കൂട്ടത്തിലേക്ക് വന്നു. അങ്ങനെ ആഗോളതലത്തിലേക്ക് തന്നെ ഒരു ഗ്ലോബൽ ഹെൽത്ത് ഇൻഡസ്ട്രി അവിടെ രൂപപ്പെടുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ്. ദെൻ ദെയർ ഈസ് എ ഡൗൺ സൈഡ്. ഇതിൻ്റെ ഒരു മറുവശത്തേക്ക് നോക്കിയാൽ ഈ ട്രാൻസ്നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ ഡെവലപ്മെൻറ്റും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ദെയർ ഹാവ് ബീൻ അലീജ്ഡ് ടു ഹാവ് ഇൻവെൻറ്റഡ് ഇൽനെസ് ജസ്റ്റ് ടു സെൽ ഡ്രഗ്സ് ദാറ്റ് ട്രീറ്റ് ദം. അപ്പോൾ ഇതിൻ്റെ ഈ ട്രാൻസ്നാഷണൽ കമ്പനീസ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയാമോ, ഇവരെല്ലാവരും തന്നെ ഉണ്ടല്ലോ, ഇവർ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് രോഗം മാറ്റാനല്ല, പുതിയ രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഇടപെടൽ നമുക്ക് ആരോഗ്യരംഗത്ത് ഗുണകരമായ മാറ്റങ്ങളല്ല, ഉണ്ടായിരുന്ന രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള മരുന്നല്ല ഇവരുണ്ടാക്കി തരുന്നത് എന്നത് ചിന്തിക്കേണ്ടത്. കാരണം ഇന്നിപ്പം നാം ചിന്തിച്ചാലേ ഒന്ന് ആലോചിച്ച് നോക്കൂ,
കൊറോണ സമയത്ത് അന്നേ വരെ യാതൊരുവിധ ഗവേഷണമോ നിരീക്ഷണമോ ഒന്നുമില്ലാതെ പെട്ടെന്നാണ് കുറേയധികം മരുന്ന് കമ്പനികൾ കൊറോണയ്ക്ക് വേണ്ടി മരുന്ന് ഇങ്ങോട്ട് അയച്ച് ഇവിടെയുള്ള ആളുകളെയൊക്കെ പുതിയ അസുഖത്തിലേക്ക് വഴിതെളിച്ചു എന്ന് വേണം ചിന്തിക്കാൻ. കാരണം അതുവരെ ഹെൽത്തി ആയിരുന്ന കൊറോണയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത 2 ഇഞ്ചക്ഷൻ എടുത്ത ആൾക്കാർക്കൊക്കെ ഇപ്പോഴൊക്കെ ഹാർട്ട് സംബന്ധിച്ചുള്ള പ്രോബ്ലംസുമായിട്ട് പുതിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു കൊറോണയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് വർഷങ്ങളായിട്ട് മരുന്നിന് ഗവേഷണം നടത്തിയതിന് ശേഷമായിരിക്കും നമുക്കെല്ലാം അത് പകർന്നു തരിക. ഇത് പെട്ടെന്ന് കുറേ മരുന്ന് കമ്പനികൾ വന്നിട്ട് ആ കൊറോണ സമയത്ത് ഇഞ്ചക്ഷൻ്റെ ലെവലിൽ 2 ഡോസ് നമ്മളുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് കൊറോണയെ ഒഴിവാക്കാൻ എന്ന രീതിയിൽ തന്ന മരുന്ന് അത് പുതിയ രോഗം ജനിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ മരുന്ന് കമ്പനിക്ക് വീണ്ടും മരുന്ന് നിർമ്മിക്കുവാനുള്ള ടെൻഡർ കിട്ടും. അവർക്ക് എപ്പോഴും ഇങ്ങനെ കൂടുതൽ പണം അവരുടെ പോക്കറ്റിൽ കിട്ടും. അതായത് മനുഷ്യരാശിയുടെ ഉന്നമനമോ മനുഷ്യരാശിയുടെ ആരോഗ്യവുമല്ല ഈ മരുന്ന് കമ്പനികൾ ലക്ഷ്യമിടുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എല്ലാം തന്നെ അവർക്ക് നേരെ ഉണ്ടായ ആരോപണം ഇങ്ങനെയായിരുന്നു. പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്ന അവർ മരുന്ന് വിൽപ്പന നടത്തുന്നത് അത് ആ രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടിയല്ല, പുതിയ രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അതങ്ങനെ തന്നെയായിട്ട് വേണം നാം ചിന്തിക്കാനായിട്ട്. കാരണം ഇന്നിപ്പോൾ ഈ ഒരു കൊറോണ ബാധിച്ച കുറേയധികം ആൾക്കാർ ഇന്ന് ഹൃദയ രോഗത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നതാണ്. ആ കൊറോണയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത് 2 ഡോസ് ഇഞ്ചക്ഷൻ എടുത്ത ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് നാം തിരക്കി അവരെപ്പറ്റി ഒരു സർവേ എടുത്ത് നോക്കുക. കൊറോണയ്ക്ക് 2 ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള പല ആൾക്കാരെയും ഈ നമ്മുടെ ഇന്ത്യയിലുള്ള പലരെയും ഒന്ന് സമീപിച്ചൊരു സർവേ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും. പലരും ഇന്ന് ഹൃദയരോഗത്തിൻ്റെ പേരിൽ ഇന്ന് പേഷ്യൻ്റായിട്ട് ഇന്ന് ട്രീറ്റ്മെൻറ്റും നിത്യരോഗികളായിട്ട് എല്ലാ മരുന്നിൻ്റെ പിടിയിൽ അമർന്നു പോകുന്ന കാഴ്ച. അപ്പോൾ മരുന്നിന് ചിലവുണ്ടാകുന്നു, പുതിയ രോഗമുണ്ടാകുന്നു. ഈ കമ്പനിക്കാർക്കോ രോഗത്തിനെ ചികിത്സിക്കാൻ പുതിയ മരുന്നുമായിട്ട് അവർ രംഗത്തെത്തുന്നു. അപ്പോൾ ഇവരുടെ തന്ത്രം എന്താ? കച്ചവട തന്ത്രം മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഗ്ലോബലൈസ്ഡ് ഹെൽത്ത് എന്നുള്ള ആ ഒരു ഭാഗത്ത് പറയുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നിങ്ങളുടെ ഈ ഒരു പാട്ടിൽ നിന്നും ലഭ്യമാകേണ്ടതായ അത്യാവശ്യം നോട്ട്സ് ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, ദെൻ എഡ്യൂക്കേഷൻ, ദെൻ ഇൻഫ്ലുവൻസ് സോഷ്യോളജി ആൻഡ് ഗ്ലോബലൈസേഷൻ്റെ ഇൻഫ്ലുവൻസ്, ഗ്ലോബലൈസ്ഡ് ഹെൽത്ത്, കൾച്ചർ ഐഡൻറ്റിറ്റി ആൻഡ് ഗ്ലോബലൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ, ഈ ഒരു തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സെഷൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തുവാൻ കൂടി ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ. Thank you for supporting. Thank you for watching. Okay, thank you so much.